ഹായ്, നമ്മൾ ഇന്നത്തെ സെഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഫയല് നമ്മൾ വ്യത്യസ്ത ഇനം ഫയലുകൾ നമുക്ക് വിദ്യാർത്ഥികളുമായിട്ട് ഷെയർ ചെയ്യേണ്ട ഘട്ടങ്ങളുണ്ട്. അപ്പൊ അതിനായിട്ട് എങ്ങനെയാണ് ഒരു ഫയൽ PDF ഫയലാകാം, പവർ പോയിന്റ് ആകാം, ഓഡിയോ വീഡിയോ ഏത് ടൈപ്പിലെ ഫയലുകളാണ് അത് എങ്ങനെയാണ് നമ്മളുടെ പേജ് വഴി ഷെയർ ചെയ്യുക എന്നാണ് പറയുന്നത്. നമ്മൾ ഷെയർ ചെയ്യുന്ന ഫയല് നമ്മുടെ ബ്രൗസറിൽ തന്നെ ഓപ്പൺ ആക്കുന്ന ഫയലുകളുണ്ട്. ചില വീഡിയോ ഓഡിയോ PDF ഫയലുകളൊക്കെ അത് നമ്മുടെ ബ്രൗസറിൽ തന്നെ ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഫയലുകൾ. എന്നാൽ PPT അല്ലെങ്കിൽ വേർഡ് ഫയല് അതൊക്കെ തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഓപ്പൺ ആവുന്നത്. അങ്ങനെയുള്ള ഫയലുകളാണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഫയലുകൾ നമ്മൾ ബ്രൗസറിൽ ഓപ്പൺ ആകുന്നതാണെങ്കിൽ അവിടെ തന്നെ ഓപ്പൺ ആകുകയും അല്ലാത്ത ഘട്ടത്തിലെല്ലാം ഡൗൺലോഡ് ആകുകയും ചെയ്യുന്ന ഫോർമാറ്റിലായിരിക്കും ഫയലുകൾ വിദ്യാർത്ഥികൾ കാണുക. അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് നിർബന്ധമായും ഫോഴ്സ് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഒക്കെ അടക്കം അവിടെയുണ്ട്. നമുക്കത് എങ്ങനെയാണ് ആക്സസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ കോഴ്സ് പേജിൽ ലോഗിനായി അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ മൂഡിൽ ട്രെയിനിങ് കോഴ്സ് മെറ്റീരിയൽസ് എന്നുള്ള കോഴ്സിലാണ് ഞാൻ ഈ ഒരു ഫയല് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് നമ്മൾ അവിടേക്ക് വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ലോക്ക്ഡ് ആയ മോഡിലായിരിക്കാം. അത് ടേൺ എഡിറ്റിംഗ് ഓൺ എന്ന് കൊടുത്താലാണ് നമുക്കത് എഡിറ്റിംഗ് മോഡിലേക്ക് മാറുക. നമ്മളവിടെ ആഡ് ആൻ ആക്ടിവിറ്റി റിസോഴ്സ് എന്ന് കൊടുക്കും. അവിടെ ഒരു ഫയല്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതിന്റെ തുടർച്ചയായി ആക്ടിവിറ്റീസ്, റിസോഴ്സസ് എന്നൊക്കെ ഉണ്ട്. നമ്മൾ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ സ്റ്റുഡൻസിലേക്ക് കൊടുക്കുന്നു. അവർക്കത് ആക്സസ് ചെയ്യാൻ മാത്രം പറ്റുന്ന അത്തരത്തിലുള്ള സിംപ്ലക്സ് കമ്മ്യൂണിക്കേഷനുള്ള സംവിധാനങ്ങളെ നമ്മൾ റിസോഴ്സുകളെന്നും, നമ്മളും സ്റ്റുഡൻസും കൂടെ ചേർന്ന് വെച്ചാൽ നമ്മളൊരു അസൈൻമെന്റ് ആണ് കൊടുക്കുന്നെങ്കിൽ അവർക്ക് അവരുടെ സൈഡിൽ നിന്ന് കൂടെ അതിന് റെസ്പോണ്ട് ചെയ്താൽ മാത്രമാണ് ആക്ടിവിറ്റി പൂർണ്ണമാകുന്നത്. അത്തരം സംവിധാനങ്ങൾ റിസോഴ്സുകൾ അല്ല, ആക്ടിവിറ്റികൾ എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഫയൽ എന്നുള്ളതാണ് ഇന്ന് പരിചയപ്പെടുന്നത്. റിസോഴ്സ് ആയിട്ടുള്ള ഫയൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ നേരത്തെ കാണുന്നത് പോലെ തന്നെ ഒരു പേര്, ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ഒരു സെലക്ട് ഫയൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംവിധാനം വരും. ഞാനിപ്പോ ഇവിടെ നമ്മളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, എന്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് എന്റെ വിദ്യാർത്ഥികളുമായിട്ട് ഷെയർ ചെയ്യണം. വാട്സാപ്പിൽ നമ്മൾ ചെയ്യും, പക്ഷെ അത് ക്ലൗഡ് ബേസ്ഡ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഫോൺ മാറിയാലൊന്നും വീണ്ടും റിക്കവർ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി നമുക്ക് ഇത് ക്ലൗഡ് ബേസ്ഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഏത് സിസ്റ്റത്തിൽ നിന്ന് വേണമെങ്കിലും ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ചില ബെനിഫിറ്റുകൾ മൂഡിലുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഡിസ്ക്രിപ്ഷനകത്ത് ഇവിടെ ഇതൊരു അസൈൻമെന്റ് ആയി സബ്മിറ്റ് ചെയ്യണമെന്നോ ഇത് ആൻസർ ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്നോ ഒക്കെ ഉള്ള ഒരു കമന്റ് നമുക്ക് കൊടുക്കാം. ഡിസ്പ്ലേ ഡിസ്ക്രിപ്ഷൻ കോഴ്സ് പേജ് എന്ന് കൊടുത്താൽ അത് അവിടെ നമുക്ക് കാണാം. ഇതാണ് നമ്മൾ ഫയൽ നൽകുന്നതിനുള്ള ഏരിയ. അവിടെ നമ്മൾ സെലക്ട് ഫയൽ എന്നുള്ളിടത്ത് ഈ ഒരു ഫയൽ പിക്കർ മെത്തേഡ് ഉപയോഗിച്ച്, ഓക്കെ, ഇവിടെ ഈ ഫയൽ പിക്കർ എന്നുള്ളത് ഉപയോഗിച്ചാൽ ആഡ് എന്നുള്ളത് വരും. അതിനകത്ത് പല ടൈപ്പ് ഫയലുകൾ നമുക്കുണ്ട്. സെർവറിൽ നിന്ന് ലിങ്ക് കൊടുത്തിറക്കമുള്ള സംവിധാനങ്ങളുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും അപ്ലോഡ് എ ഫയൽ എന്നുള്ള ഏറ്റവും അതിന്റെ ക്ലാസിക് ആയ മെത്തേഡ് തന്നെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ചൂസ് എ ഫയൽ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഡെസ്ക്ടോപ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫയലാണ് എനിക്ക് അവരിലേക്ക് ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ, ഞാനത് സെലക്ട് ചെയ്യുന്നു, അപ്ലോഡ് ദിസ് എന്ന് കൊടുക്കുന്നു. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അപ്പിയറൻസിൽ നമുക്ക് തൽക്കാലം എംബഡഡ് എന്ന് കൊടുത്തു. ഓക്കെ, സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് എന്ന് കൊടുത്തു. നമ്മുടെ സ്റ്റുഡൻസ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഈ ഒരു നമ്മളുടെ കോഴ്സ് പേജിനകത്ത് തന്നെയാണ് ആ ഫയൽ ഓപ്പൺ ആയിരിക്കുന്നത്. ഓക്കെ, അതാണ് എംബഡഡ് എന്നുള്ള മോഡിന്റെ ഉദ്ദേശവും അതിന്റെ അർത്ഥവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബഡഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്നും മറ്റേതെങ്കിലും ഒരു പോർട്ടലിലേക്കോ ഒന്ന് ഓപ്പൺ ആയി പോവുകയൊന്നും ഇല്ലാതെ ഇവിടെ തന്നെ നിൽക്കുന്ന രീതിയിൽ നമ്മുടെ കോഴ്സ് പേജിനകത്ത് തന്നെ കാണുന്ന രീതി. ഞാനിത് ബാക്ക് പോയിട്ട് ഇതിന്റെ എംബഡഡ് എന്നുള്ള മാറ്റി നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതുപോലെ തന്നെ വേണമെങ്കിൽ ഇതിനെ നമുക്ക് പോപ്പപ്പ് മോഡിലൊക്കെ വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ഇത്രയാണ് ഒരു ഫയൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന രീതികൾ എന്നുള്ളത്. ഓക്കെ, ഇൻ പോപ്പപ്പ് എന്ന് കൊടുത്താൽ അത് ആ ഒരു സംഗതി ഇവിടെ പോപ്പപ്പായി വരികയും ആ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ ഓപ്പൺ ആയി വരികയും ചെയ്യും. അല്ല, ഈ വിദ്യാർത്ഥികൾ നിർബന്ധമായും ഇത് ഡൗൺലോഡ് ചെയ്താണ് കാണേണ്ടതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഇതിൽ തന്നെ എഡിറ്റ് ചെയ്യാണ്. നമ്മൾ ബേസിക്കലി നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് അപ്പിയറൻസിലെത്തി പോപ്പപ്പിന് പകരം കോഴ്സ് ഡൗൺലോഡ് എന്ന് കൊടുത്താൽ അത് സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് എന്ന് കൊടുക്കും. ഈ വിദ്യാർത്ഥികൾ കാണുക ഇങ്ങനെയാണ്. ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നായിരിക്കാം. ഇതിലിപ്പോ വേണമെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഐക്കണൊക്കെ നേരത്തെ സ്വയം കൊടുത്തതുപോലെ തന്നെ കൊടുക്കാം. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് ഡൗൺലോഡായി അവരുടെ
സിസ്റ്റത്തിലേക്ക് ഫോണിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും ഉണ്ടാകുക. ഇങ്ങനെയാണ് ഒരു ഫയൽ കൊടുക്കുന്നതിനുള്ള വഴി. ഓക്കെ, ഞാൻ മറ്റൊരു വെബ്സൈറ്റിലൂടെ ഇതേ കാര്യങ്ങൾ കാണിക്കാം. ഓക്കെ, അവിടെ മഹാരാജന്റെ പോർട്ടലിലെത്തി ഞാൻ ടേൺ എഡിറ്റിംഗ് ഓൺ ആക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തീമിലുള്ള വ്യത്യാസം അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഇവിടെ നമ്മൾ ആഡ് ആൻ ആക്ടിവിറ്റി റിസോഴ്സ് എന്ന് കൊടുക്കും, ഒരു ഫയൽ കൊടുക്കുന്നു. റിസോഴ്സിനകത്ത് ഫയൽ, അല്ലെങ്കിൽ ഇവിടെ ഓൾ എന്നുള്ളതിനകത്തു നിന്ന് തന്നെ ഫയൽ, നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് ഫയൽ എടുക്കുക. ഐക്കണുകൾക്കുള്ള ചെറിയ വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഞാനിപ്പോ ഇവർക്ക് കൊടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോ ഓൺ ടുഡേയ്സ് ഡിസ്കഷൻ. നമുക്ക് കുട്ടികൾക്ക് ക്ലാസ്സിൽ നമ്മൾ കാണിക്കുന്നതിന്റെ അപ്പുറത്തേക്കുള്ള സംഗതികൾ, കുട്ടികൾക്ക് അഡീഷണൽ മെറ്റീരിയലുകളൊക്കെ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാം. അത് ഞാനിവിടെ നമ്മളെ ഫയൽ പിക്കർ മെത്തേഡ് അല്ല, ഫയൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെത്തേഡാണ് പാഠം ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനൊരു വീഡിയോ എന്റെ ഡെസ്ക്ടോപ്പിലുണ്ട്. ആ ഡെസ്ക്ടോപ്പിൽ നിന്നും ആ ഒരു വീഡിയോ ഈ ഒരു സ്ഥലത്തേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ ചെയ്തത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ആഡ് എന്നായിരുന്നെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് ബ്രൗസറിലേക്ക് ഞാൻ എത്തി. ഓക്കെ, അവിടേക്ക് എത്തി ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യുന്നതോടുകൂടി അതൊരു ലെങ്തി വീഡിയോ ആണ്, അതുകൊണ്ടാണ് അപ്ലോഡിങ് സൈസ് കൂടുതലായിട്ട്. അത് എംബഡ് ചെയ്ത് തന്നെ കാണിക്കാനുള്ള സംവിധാനം ഞാനിവിടെ ഒരു സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് എന്ന് പറയും. അപ്പൊ ഇവിടെ ആ ഒരു വീഡിയോ ഓൺ ടുഡേയ്സ് ഡിസ്കഷൻ എന്ന് വരുന്നത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് ഞാൻ കൊടുത്തത് ഒരു ടെക് വീഡിയോ ആണ്. ആ വീഡിയോ ഇവിടെ പ്ലേ ആകുന്ന സംവിധാനം കുട്ടികൾക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. മറ്റൊരു മെത്തേഡ് കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു ഡിസ്കഷൻ അവസാനിക്കും. മൂന്നാമതൊരു മെത്തേഡ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോൾ ഫയൽ ആഡ് ആൻ ആക്ടിവിറ്റി റിസോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫയല് പൂർണ്ണമായും നമ്മൾ തിരഞ്ഞെടുത്ത് അതിന്റെ ഫയല് നമ്മൾ ഡ്രാഗ് ചെയ്ത് അല്ലെങ്കിൽ ആ ഫയൽ പിക്കർ മോഡിലാണ് നമ്മൾ മാറിയതെങ്കിൽ മറ്റൊരു മെത്തേഡ് കൂടി ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ വേറൊരു കോഴ്സ് എടുക്കുന്നു. ഫസ്റ്റ് സെമസ്റ്റർ വിദ്യാർത്ഥികൾ ആയിട്ടുള്ള ഇന്ററാക്ഷന്റെ വീഡിയോസിന്റെ ഏരിയ ആയിട്ട്. അപ്പൊ ഇതിലേക്ക് ഞാനൊരു വീഡിയോ ഡ്രോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫയൽ, ഒരു പി പി ടി ഫയൽ എടുക്കുന്നു. ഏത് ഫയൽ വേണമെങ്കിലും ആകാം. ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ കൊടുത്തു തന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ നടത്തുന്ന ഇന്റേണലിന്റെ ഒരു വേർഡ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇത് ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുന്നു. നേരെ നമ്മളുടെ ബ്രൗസറിലേക്ക് എത്തുന്നു. ആ കോഴ്സ് പേജ് ഓപ്പൺ ആക്കിയിട്ടാണ് ഞാൻ പോയത്. അവിടേക്ക് എത്തിയിട്ട് അവിടെ മൂവ് ചെയ്ത് നമ്മുടെ സ്ക്രോൾ ഉപയോഗിച്ച് ടോപ്പിക് 7ലേക്ക് അത് വെറുതെ ഡ്രോപ്പ് ചെയ്തത് നമുക്ക് പ്ലസ് എന്നുള്ള ഒരു ആഡ് ആൻ ആക്ടിവിറ്റി റിസോഴ്സ് എന്നുള്ളത് മാറിയിട്ട് വെറുതെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫയല്, ഈ കിടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഫയല് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് എത്തിച്ച് എവിടെയാണ് എന്നുള്ളത് അവിടെ ഡ്രോപ്പ് ചെയ്യുന്നവരുടെ അവിടെ എന്നിട്ട് വേണം ഇനി ഇവിടെ വന്നിട്ട് നമുക്ക് ഇതിന് എഡിറ്റ് മോഡിൽ വെച്ചിട്ട് ഇതിനെക്കുറിച്ചുള്ള പേരും, ഇതിപ്പോ ഫയൽ നെയിം തന്നെ പേരായിട്ട് വരും എന്നുള്ളതാണ്. അത് മാറിയിട്ട് നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് മാറാം. ഇങ്ങനെ നമുക്ക് നമ്മളുടെ കോഴ്സ് പേജുകളിലേക്ക് നമുക്ക് വിവിധ തരത്തിലുള്ള ഫയലുകൾ നമ്മളുടെ കോഴ്സ് പേജിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് താമസിയാതെ മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.